ഫ്രണ്ട്സ്, യാത്രകൾ തുടരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്ഥലം ഗവിയെ പറ്റിയിട്ടാണ്. അപ്പം അവിടെ പോകണമെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പറമ്പുകുളത്ത് പോകണമെങ്കിൽ നമുക്ക് പെർമിഷൻ കിട്ടണം എന്ന് പറഞ്ഞതുപോലെ ഗവി പോകണമെങ്കിൽ നമ്മൾ ആദ്യം പെർമിഷൻ എടുക്കണം. പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗസ്റ്റ് ഹൗസിൽ നമുക്ക് താമസിക്കാം, കാടിൻ്റെ ഉള്ളിലുള്ള ഗസ്റ്റ് ഹൗസ്. അപ്പം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന അന്ന് വൈകുന്നേരം നമ്മളെ ഒരു ബോട്ടിങ്ങിന് കൊണ്ടുപോകും. ആ ബോട്ടിൽ കൂടെ പോയി കഴിഞ്ഞിട്ട് നമ്മളെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് എത്തിക്കുക. നല്ലൊരു വെള്ളച്ചാട്ടമാണ്. അപ്പം കുറച്ച് മഴ സമയത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ പോയാൽ വെള്ളച്ചാട്ടത്തിൽ നല്ല വെള്ളം ഉണ്ടാവും. അതുപോലെ ഒക്ടോബറിൽ പോയാലും വെള്ളം ഉണ്ടാവും. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൽ പോയി നമുക്ക് കുളിക്കാം. അത് കഴിഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒക്ടോബർ നവംബർ സമയത്തൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഓറഞ്ച് പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു നിബിഡ വനത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ കാടിൻ്റെതായ ആ ഒരു ശബ്ദമൊക്കെ കേൾക്കാൻ നമുക്ക് രാത്രി. പിറ്റേ ദിവസം അതിരാവിലെ നമ്മളെ ട്രെക്കിങ്ങിന് കൊണ്ടുപോകും. ഒരു ബസ്സിലാണ് കൊണ്ടുപോവുക. അപ്പം നമ്മളുടെ ഭാഗ്യം അനുസരിച്ചിട്ട് നമുക്ക് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ട്രെക്കിംഗ് നമ്മളെ നടത്തിക്കൊണ്ടുപോകും. അപ്പോഴും നമ്മൾക്ക് നമ്മുടെ ലക്ക് അനുസരിച്ചിട്ട് നമുക്ക് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. വളരെ നല്ല ഒരു തിക്ക് ഫോറസ്റ്റാണ് ഗവി. പിന്നെ അവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ അവിടുത്തെ നല്ല തണുപ്പുമൊക്കെ ആസ്വദിച്ച് നമ്മുടെ ലക്ക് അനുസരിച്ചിട്ട് നമുക്ക് മൃഗങ്ങളെയും സ്പോട്ട് ചെയ്ത് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോരാം. പിന്നെ അവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയാണ്. അതും എൻജോയ് ചെയ്ത് നമുക്ക് തിരിച്ചു പോരാം. നല്ല ഒരു യാത്രയാണ് ഗവി. അപ്പം എല്ലാവരും പോവുക, എൻജോയ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ദെൻ, ബൈ.